പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിയിലെ ആദ്യ ടിക്കറ്റുകൾ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ വി സതീശൻ ഇവിടെ വേദിയിൽ കൈമാറുന്നു. ചരിത്രം കുറിച്ച് വി സതീശൻ സർക്കാർ. സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർക്കും KSRTC ഓർഡിനറിയിൽ സൗജന്യ യാത്രയ്ക്ക് തുടക്കം. സ്ത്രീകളോടുള്ള സർക്കാരിന്റെ ആദരമെന്ന് മുഖ്യമന്ത്രി. സൗജന്യ യാത്രയുടെ മിച്ചം പിടിക്കുന്ന പണം സ്ത്രീകൾക്ക് സമ്പാദ്യമാകട്ടെ എന്നും വി സതീശൻ. മന്ത്രിമാരും ജനപ്രതിനിധികളുമായി സെക്രട്ടേറിയറ്റിലേക്ക് പ്രിയദർശിനി സർവീസിൽ ഉദ്ഘാടന യാത്ര. സൗജന്യയാത്ര ഉദ്ഘാടന ചടങ്ങിൽ മെൻസ് അസോസിയേഷന് മുഖ്യമന്ത്രിയുടെ മറുപടി. പൊതുവായി എല്ലാ പുരുഷന്മാരെയും കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഒരു പുരുഷ വിരോധിയൊന്നുമല്ല. ഈ ഇത്രയും പൈസ ബാക്കി വരുന്നു എന്ന് പറഞ്ഞു ഇവര് യാത്ര ചെയ്യുമ്പോൾ ഇവരുടെ കയ്യിലാണെങ്കിൽ ആ പൈസ വീട്ടിലെത്തും. മറ്റതാ സൗജന്യം കൊടുത്ത ഈ ബാക്കി വരുന്ന പകുതി കുറച്ചു പേര് കൊടുക്കും വീട്ടിൽ. ബാക്കി എവിടെ പോവും? ഞാൻ പറഞ്ഞില്ല, ഗവൺമെന്റിന് കിട്ടും പൈസ, സർക്കാരിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പ്രതിഷേധവുമായി മെൻസ് അസോസിയേഷൻ. പുരുഷന്മാർക്ക് സീറ്റ് സംവരണം വേണമെന്ന ആവശ്യം. കൊച്ചിയിൽ പുരുഷന്മാർക്ക് സൗജന്യ യാത്രയും സ്ത്രീകൾക്ക് മധുരവും നൽകി ബസുടമ. സൗജന്യയാത്രയുടെ പേരിൽ സ്ത്രീകളെ പറഞ്ഞു പറ്റിച്ചെന്ന് BJP. ആഘോഷയാത്രയ്ക്കിടെ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ തലയിൽ പായസം വീണു. സംസ്ഥാനത്ത് ഷിഗല്ല മൂലം ഒരു മരണം കൂടി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മലപ്പുറം പൂക്കോട്ടൂർ സ്വദേശിയായ 7 വയസ്സുകാരൻ മരിച്ചു. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പനിയും വയറിളക്കവും മൂലം. സംസ്ഥാനത്ത് ഷിഗല്ല മൂലം മരണം 4ആയി. നിപ ബാധിതന്റെ നില ഗുരുതരമായി തുടരുന്നു. സർക്കാർ അഭിഭാഷക നിയമനത്തിൽ ഇടഞ്ഞ് ലോയേഴ്സ് കോൺഗ്രസ്. മുഖ്യമന്ത്രി തീരുമാനമെടുത്തത് മന്ത്രിസഭയിൽ ചർച്ച ചെയ്യാതെ എന്ന ആക്ഷേപം. പാർട്ടിയും മുന്നണിയും അറിഞ്ഞില്ലെന്നും കോൺഗ്രസുകാർക്ക് പരിഗണന കിട്ടിയില്ലെന്നും പരാതി. ലോയേഴ്സ് കോൺഗ്രസിന്റെ കുറ്റപ്പെടുത്തൽ പ്ലീഡർമാരുടെ പൂർണ്ണ പട്ടിക ഉടൻ വരാനിരിക്കെ. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ പ്രതിയായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിനെ CPM പുറത്താക്കിയേക്കും. തീരുമാനമെടുക്കാൻ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗം. പാർട്ടി നടപടിക്ക് ഒരുങ്ങുന്നത് ആറന്മുള മുൻ MLA കൂടിയായ മുതിർന്ന നേതാവിനെതിരെ. ശബരിമല സ്വർണ്ണക്കൊള്ള കുറ്റപത്രത്തിൽ ന്യൂനതയുണ്ടെങ്കിൽ വീണ്ടും അന്വേഷിക്കുമെന്ന് ദേവസ്വം മന്ത്രി. പത്മകുമാറിന്റെ വെളിപ്പെടുത്തലിൽ ഇനിയും സത്യം പുറത്തുവരാനുണ്ട്. അറിയാനിരിക്കുന്ന സത്യങ്ങൾക്കനുസരിച്ച് അന്വേഷണമുണ്ടാകുമെന്നും K മുരളീധരൻ. മുനമ്പം ഭൂമി പ്രശ്നത്തിൽ വഖഫ് ബോർഡിനോട് അടിയന്തര വിശദീകരണം തേടി കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയം. എന്തുകൊണ്ട് ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തെന്ന് ചോദ്യം. നടപടി കേന്ദ്ര സർക്കാരിന് ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിൽ. രജിസ്ട്രേഷൻ പിൻവലിക്കാൻ വഖഫ് ബോർഡിനോട് ആവശ്യപ്പെടണമെന്ന് രാജീവ് ചന്ദ്രശേഖർ. RSS പരിപാടിയിൽ പങ്കെടുത്ത VC-മാർ മാപ്പു പറഞ്ഞാൽ പ്രശ്നം തീരില്ലെന്ന് സമസ്ത. കേരളത്തിൽ നടക്കുന്നത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങൾ. PM ശ്രീയിൽ സർക്കാർ നയം വ്യക്തമാക്കണം. RSS രഹസ്യ അജണ്ട സർക്കാർ തിരിച്ചറിയണമെന്നും മുസ്തഫ മുണ്ടുവാർ. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീടിന് മുന്നിൽ തെളിവെടുപ്പ്. മാസപ്പടി കേസിൽ CMRL MD ശശിധരൻ കർത്തായുടെ മകൾ ഷിബി ചോദ്യം ചെയ്യലിനെത്തി. EDക്ക് മുന്നിൽ ഹാജരായത് കമ്പനി ഡയറക്ടർ എന്ന നിലയിൽ. പിണറായി വിജയന്റെ മകൾ വീണ ഹാജരാകേണ്ടത് മറ്റന്നാൾ. മന്ത്രിമാരായ സണ്ണി ജോസഫിനും OJ ജനീഷിനും 1 മാസമായിട്ടും പാർട്ടി പദവികളിൽ പകരക്കാരായില്ല. KPCC യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ തീരുമാനം വൈകുന്നതിന് കാരണം സ്ഥാനമോഹികളുടെ തർക്കം. തീരുമാനം നീളുന്നതിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് അതൃപ്തി. താരങ്ങളുടെ തമ്മിൽ തല്ല് അവസാനിക്കുന്നില്ല. ലക്ഷ്മിപ്രിയക്കെതിരെ നിയമ നടപടിയുമായി അൻസിബ തൃപ്പൂണിത്തുറ കോടതിയിൽ. ലക്ഷ്മിപ്രിയ, ഭർത്താവ് ജയേഷ്, വനിതാ സെൽ SI എന്നിവർക്കെതിരെ കേസെടുക്കണമെന്ന ആവശ്യം. തിരുവനന്തപുരം കോട്ടൂരിൽ കാട്ടാനയാക്രമണത്തിൽ 2 യുവാക്കൾക്ക് പരിക്ക്. ആക്രമിക്കപ്പെട്ടത് ബൈക്കിൽ പോവുകയായിരുന്ന പ്രണവും ചന്ദ്രബാബുവും. ഇരുവരും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ. പശ്ചിമേഷ്യൻ യുദ്ധം തീരുന്നു. അമേരിക്കയും ഇറാനും സമാധാന കരാറിലെത്തി.
ഹോർമുസ് പൂർണ്ണമായി തുറന്നു. കരാർ സ്വാഗതം ചെയ്ത് യൂറോപ്യൻ യൂണിയൻ. അനാവശ്യ യുദ്ധമായിരുന്നുവെന്ന് ട്രംപിനെ വിമർശിച്ച് വീണ്ടും ഡെമോക്രാറ്റുകൾ. മിസൈൽ വീണ എണ്ണക്കപ്പൽ ജൽബീറിലെ നാവികരെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ ഇന്ത്യൻ സ്ഥാനപതി ഒമാനിലേക്ക്.